ഒരു കാര്യം പറയട്ടെ, ഈ മുസ്ലിം കമ്മ്യൂണിറ്റി നമ്മളെ കമ്മ്യൂണിറ്റിക്കായിട്ട് ഏറ്റവും ബെസ്റ്റ് ആൾക്കാരാണ്, സ്നേഹമുള്ള ആൾക്കാരാണ്. നമ്മൾ നല്ലതാണെങ്കിൽ ആൾക്കാർ നമ്മളെ തേടി പോയി നമ്മൾ പോകേണ്ട കാര്യമില്ല. നമ്മുടെ ഗുഡ് വിൽ ഒരു ഇമ്പോർട്ടൻ്റ്. ഒരാൾ തിരക്കും നമ്മൾ ആരാണ് അന്വേഷിച്ചിട്ട് വരും, അത് വന്നുകൊണ്ടേയിരിക്കും. ട്രസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അതെ, ഇത് നടക്കില്ല. ഒരാൾ നമ്മൾ ഈ ജീവിതത്തിൽ ബിസിനസ്സിലായാലും ലൈഫിലായാലും ട്രസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റാണ്. ട്രസ്റ്റ് ഒരിക്കലും ബ്രേക്ക് ചെയ്യാൻ പാടില്ല. ആ ട്രസ്റ്റിനെല്ലാം നടക്കും. അപ്പോൾ ഈ റിലീജിയൻ ഒരു രീതിയിലും സാറിന് ഒരു തടസ്സമായിട്ടില്ല. അത് ഈ താഴെക്കടയുള്ള ആൾക്കാർക്കുള്ള റിലീജിയനല്ലേ, ഹൈ ലെവൽ ആൾക്കാർക്ക് ആർക്കും റിലീജിയനില്ല. എൻ്റെ അനുഭവത്തിൽ അങ്ങനെ ഒരാളിലും ഉണ്ടാക്കി തോന്നിയിട്ടേ ഇല്ല. പക്ഷേ നമ്മുടെ ഇവിടങ്ങളും ഉണ്ടാക്കി, പക്ഷേ അവിടെ ഇല്ല. റിലീജിയൻ പ്രശ്നമല്ല, പക്ഷേ ഇനിഷ്യലി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിനുള്ള മേജർ ചലഞ്ചസ് എന്തൊക്കെയായിരുന്നു? എന്ത് വലിയ വെല്ലുവിളി എന്തായിരുന്നു? ഏത് ചലഞ്ച് നമുക്ക് എന്ത് ബിസിനസ് നമ്മുടെ അസറ്റ് എന്തോന്ന് നോക്കും. ഏത് ബിസിനസ് കിട്ടണമെങ്കിലും നമ്മുടെ ബാലൻസ് ഷീറ്റ് അതില്ല, നടക്കില്ല. ഞാനിപ്പോൾ 1,60,000 ആൾക്കാർക്ക് ജോലി കൊടുക്കുന്നുണ്ട്. ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ജീവിത നിലവാരം ഇന്ത്യയിലെ ഫിലിപ്പീൻസ്, നേപ്പാൾ, തായ്ലൻഡിൻ്റെ ഇത്രയും ആൾക്കാരുടെ ഇതുണ്ടാക്കി. അതാണ് ഏറ്റവും വലിയ സന്തോഷം. അതുകൊണ്ട് അതാർക്കും സാധാരണ ഉണ്ടാക്കാൻ സാധിക്കുന്നതല്ല. ഇത്രയും ഒരു വലിയ വൈഡ് നെറ്റ്വർക്ക് ഓഫ് എംപ്ലോയീസ് ഉണ്ടല്ലോ. അപ്പോൾ എംപ്ലോയീസിനെ ചൂസ് ചെയ്യുമ്പോൾ താങ്കൾ നോക്കുന്ന ഒരു പ്രധാന ക്രൈറ്റീരിയ എന്താണ്? അതിനെല്ലാം ഓരോ ഡിപ്പാർട്ട്മെൻറ്റും നമ്മുടെ ഈ മെസ്സെന്ന് വെച്ചാൽ ഓരോ മെസ്സിനും ഓരോ ക്യാമ്പിലും 25,000 to 30,000 പീപ്പിൾ ഉണ്ടാവും ഒരു സ്ഥലത്ത്. അപ്പം ഈ ഏറ്റവും നല്ല ഫുഡ് ഇമ്പോർട്ടൻ്റാണ്. കിടക്കണം, ഫെസിലിറ്റി, അതെല്ലാം അതിന് പ്രത്യേക ആൾക്കാരുണ്ട്. ഫുഡ് ഈ എത്ര എനർജി വേണം അതനുസരിച്ച് ഫുഡ് ഓരോ ദിവസവും മെസ് ഉണ്ടാക്കും. സാർ, അനിൽ ചോദിച്ച ചോദ്യം എന്ന് വെച്ചാൽ, സാർ ഒരു എംപ്ലോയിയെ ഹയർ ചെയ്യുമ്പോൾ അയാളുടെ ആറ്റിറ്റ്യൂഡാണോ അതോ ആപ്റ്റിറ്റ്യൂഡാണോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണക്കാക്കുന്നത് എന്നുള്ളതാണ്. ആറ്റിറ്റ്യൂഡ് വെരി ഇമ്പോർട്ടൻ്റാണ് ഏത് ബിസിനസ്സിനും, അല്ലെങ്കിൽ നമ്മൾ തകർത്ത് കളയും. കഴിവിനേക്കാളും ആറ്റിറ്റ്യൂഡാണ് ആറ്റിറ്റ്യൂഡ് ഇമ്പോർട്ടൻ്റ്. പിന്നെ കഴിവ്, രണ്ടും വേണം, ഒന്നും മാത്രം പോരാ. ആറ്റിറ്റ്യൂഡ് വളരെ ഇമ്പോർട്ടൻ്റ്. കഴിവെന്ന് വെച്ചാൽ ഈ ഞാൻ ആദ്യം എടുക്കുന്ന ആൾക്കാർക്ക് അന്നും അത്ര എഡ്യൂക്കേഷനുള്ള ആൾക്കാരെ കിട്ടത്തില്ല. നമ്മളെന്ന് വെച്ചാൽ നമ്മുടെ അന്ന് റിഫൈനറീസൊക്കെ വളരെ കുറവായിരുന്നു നമ്മുടെ ഇന്ത്യയിൽ. അതിന് നമ്മൾ ഒരു പ്രത്യേക കമ്പനി ഉണ്ടായി ട്രെയിൻ ചെയ്യാൻ വേണ്ടി മാത്രം. ഈ ആൾക്കാരെ കൊണ്ടുവന്ന് 2 to 3 months അവിടെ ട്രെയിൻ ചെയ്യും. ആ ട്രെയിൻ ചെയ്യുമ്പോൾ എന്നിട്ട് മാത്രമേ അവരെ വർക്ക് ഫിറ്റ് ആകത്തുള്ളൂ. ഇപ്പോഴും നമ്മൾ എല്ലാ മാസവും 1000 തൊട്ട് 2000 ആൾക്കാരെ ട്രെയിൻ ചെയ്യുന്നുണ്ട്. ഇതിലെ വെക്കാറുണ്ട്. ഈ വെൽഡിങ് എന്ന് വെച്ചാൽ ഏറ്റവും വളരെ ഇമ്പോർട്ടൻറ്റ്. വെൽഡിങ് ഗ്യാസില്ലേ, അത് പ്രത്യേക ടെസ്റ്റ് പാസ്സാണ്. അത് ടെസ്റ്റ് പാസ്സാക്കിയിട്ട് വിളിക്കുന്നുള്ളൂ. അങ്ങനെ പാസ്സായി കിട്ടാൻ പ്രയാസമാണ്. അത് നല്ല ചെറുപ്പം, ഒരു 20-30 വയസ്സിനകത്ത് വേണം, എങ്കിലേ ഈ കൈ വഴങ്ങത്തുള്ളൂ. ആ ട്രെയിനിങ് ചെയ്താണ് നമ്മൾ ആൾക്കാരെ എടുക്കുന്നത്. എടുത്തു കഴിഞ്ഞാൽ ഒരാൾ ട്രെയിനിങ് പാസ് കഴിഞ്ഞാൽ 2 ദിവസം 3 to 4 lakhs rupees ശമ്പളം കിട്ടും ഒരു വെൽഡറായാൽ. സാർ, ഈ ഗൾഫിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു ചിട്ടി കമ്പനി നടത്തുകയും അത് പൊട്ടുകയും ഒക്കെ ചെയ്തൊരു അനുഭവമുണ്ട്. അതൊന്ന് പറയാമോ? ചിട്ടി കമ്പനിയല്ല പൊട്ടിയത്. ചിട്ടി കമ്പനി പൊട്ടിയിട്ടില്ല. ഞാൻ ഈ വെള്ളൂർ ഇൻവെസ്റ്റ്മെൻറ്റിൽ വർക്ക് എടുക്കുമ്പോഴേ, വെള്ളൂർ എന്ന് പറഞ്ഞാൽ പ്രത്യേക ഒരു ഏരിയയാണ്. അവിടെയാണ് ആദ്യം കല്ലിടിയിൽ തൊട്ട് മൊത്തം ചെയ്തത് ഞാനാണ്. അപ്പോൾ അവിടുത്തെ വർക്കുകളെല്ലാം നമുക്ക് കിട്ടുമായിരുന്നു. ലോക്കൽസ് ആൾക്കാർ പ്രശ്നമുണ്ടാക്കി. ട്രേഡ് യൂണിയൻ ലോക്കൽസും അത് പല കാരണം പറയാൻ പറ്റില്ല എന്താണെന്ന്. അതുകൊണ്ട് പിന്നെ അത് നിർത്തിയിട്ട് പോയതാണ്. അപ്പോൾ ഈ തുടക്കത്തിൽ ചെറിയൊരു പരാജയം ഫേസ് ചെയ്ത ഒരു ബിസിനസ്മാനാണ് ഇതാണ്. അത് ഫ്യൂച്ചറിൽ ഡിസിഷൻ മേക്കിങ്ങിന്, ഇനീഷ്യൽ ഫെയിലിയേഴ്സ് ഒരാളുടെ ഡിസിഷൻ മേക്കിങ്ങിന് വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുമെന്ന് പറയാറുണ്ട്. അത് ഈ തുടക്കത്തിൽ ഈ ഫെയിൽഡ് എക്സ്പീരിയൻസറിനെ എങ്ങനെയാണ് ഇൻഫ്ലുവൻസ്? നല്ലതാണ്. അത് എപ്പോഴും നമ്മൾ ഇങ്ങനെ ഫെയിൽ എപ്പോഴും മനസ്സിലിരിക്കും. അതാണ് മെയിൻ കാരണം. അതപ്പോൾ എങ്ങനെ നമ്മളെ കോഷ്യസ് ആക്കുവാണോ? എല്ലാം കോഷ്യസ് ആക്കണം. ബിസിനസ്സെല്ലാം നമ്മൾ 24 hours ടൈം നമ്മൾ നോക്കി നടക്കില്ല. ഏത് സമയത്തും ഇപ്പം ഞങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ ഗ്യാസ് ആൻഡ് റിഫൈനറി പ്ലാന്റാണ്. അപ്പോൾ എന്തും സംഭവിക്കാം. ഓരോ സൈറ്റിലും ഞങ്ങൾ 30,000 ആൾക്കാരായിരിക്കും വർക്ക് ചെയ്യുന്നത്. ഞങ്ങൾ പല രാജ്യത്തുണ്ട്. അബുദാബിയിലുണ്ട്, ദുബായിലുണ്ട്, ഖത്തർ, സൗദി തന്നെ വലിയ രാജ്യം, പല സ്ഥലത്തും. അപ്പം നമ്മൾ എപ്പോഴും വർക്കേഴ്സിൻ്റെ ഹാപ്പിനെസ്സും സേഫ്റ്റിയാണ് ഇമ്പോർട്ടൻറ്റ്.
സേഫ്റ്റി വർക്കേഴ്സിൻ്റെ സന്തോഷത്തിനകത്ത് ഫുഡ് ഈ ഒരാൾ ഉദ്ദേശിച്ചത് അത്ര നല്ല ഫുഡുകളാണ് ഉണ്ടാക്കുന്നത്. ഞങ്ങളുടെ ക്യാമ്പിൻ്റെ ഫുഡ് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും നമ്മുടെ കിട്ടുന്ന ഏറ്റവും നല്ല ഫുഡുകൾ ചിക്കനും ഫിഷും എന്തെല്ലാം അങ്ങനെ കൊടുക്കുന്നത്. ഓരോ ദിവസവും ഓരോ രീതിയിൽ കലോറി നിയന്ത്രിക്കുന്ന ഇത് ചെയ്യും. പിന്നെ നമ്മൾ ചെയ്യുന്നത് എക്സോ മൊബൈൽ, കൊണോക്കോപ്പിലും വലിയ ഇൻ്റർനാഷണൽ ഓയിൽ കമ്പനിയാണ് ഇതിൻ്റെയൊക്കെ പാർട്ട്നേഴ്സ്. അപ്പോൾ അവരുടെ റെപ്യൂട്ടേഷൻ വെരി ഇമ്പോർട്ടൻ്റാണ്. അപ്പോൾ അതുകൊണ്ട് അവരും കൂടെ ടേക്ക് കെയർ ചെയ്തോ കറക്റ്റ് ഫുഡാണോ അല്ലയോ. നമ്മളെ മാത്രമല്ല, ആൾക്കാരുടെ ഹെൽത്ത്, അതാണ് ഹെൽത്തും എനർജിയും. ചെറിയ 70s ട്രേഡ് യൂണിയനിസം കത്തി നിൽക്കുന്ന സമയത്താണ് കേരളത്തിൽ നിന്ന് ഗൾഫിലേക്ക് പോകുന്നത്. ഇതുണ്ടല്ലോ ഇന്ദിരാഗാന്ധിയുടെ സമയത്ത് ഒരു എമർജൻസി ആ സമയത്താണ് പോകുന്നത്. ആ സമയത്ത് അതും ഇന്നത്തെ കേരളവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും സ്റ്റാർക്ക് ആയിട്ടുള്ള ഡിഫറൻസസ് എന്താണ്? ഇപ്പം കേരളത്തിൽ എല്ലാ സ്വാതന്ത്ര്യമുണ്ട്, എല്ലാം ജോലി ചെയ്യാൻ പറ്റും, കുഴപ്പമില്ല. അന്ന് അതില്ല. പ്രത്യേകിച്ച് ഈ ട്രേഡ് യൂണിയനിസത്തിൻ്റെ ഒരു കാര്യത്തിൽ എന്ത് മാറ്റമാണ് ഫീൽ ചെയ്യുന്നത്? ഇപ്പം ഫ്രണ്ട്ലി ട്രേഡ് യൂണിയൻ ഇതാണ്. ഇപ്പം ലോകത്ത് മൊത്തം പണ്ട് നമുക്ക് ഗൾഫ് മാത്രം, ഇപ്പോൾ ഗൾഫ് മാത്രം യൂറോപ്പിലും എല്ലായിടത്തും ഇൻവെസ്റ്റേഴ്സിനെ റെക്കമെൻഡ് ചെയ്യുക, എൻ്റെ ഇൻവൈറ്റ് ചെയ്യണം. ഇൻവൈറ്റ് ചെയ്താൽ അവിടെ ഇഷ്ടം പോലെ ബിസിനസ് സാധ്യതകളും ജോലി സാധ്യതകളും യൂറോപ്പിലും കൊറിയ, ജപ്പാനും എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് പണ്ട് ഈ ഗൾഫിൽ തന്നെ പണ്ട് നമുക്ക് സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങാൻ സാധിക്കില്ലായിരുന്നു. ഇപ്പോൾ ആർക്കും ഇൻവെസ്റ്റ് ചെയ്യാം, ബിസിനസ് തുടങ്ങാം. സിആർ എന്ന് വെച്ചാൽ കൊമേഴ്ഷ്യൽ രജിസ്ട്രേഷൻ കിട്ടും. നേരത്തെ കിട്ടില്ല. നേരത്തെ സൗദികൾക്ക് മാത്രമേ ജോലി ചെയ്യാൻ പറ്റുള്ളായിരുന്നു. കഴിഞ്ഞ 10 വർഷമായിട്ട് എല്ലാം മാറ്റം ഉണ്ടായി. ഇപ്പോൾ കേരളം ഒരു ബെറ്റർ ഇൻവെസ്റ്റ്മെൻറ്റിന് ഒരു ബെറ്റർ സ്പേസ് ആയി എന്നാണോ ഉദ്ദേശിക്കുന്നത്? സാർ പറയുന്ന അനുസരിച്ചിട്ട് കേരളം ഇപ്പോൾ ട്രേഡ് യൂണിയനിസത്തിൻ്റെ ഒരു കോണ്ടെക്സ്റ്റാണ് സാർ കേരളത്തിൽ നിന്ന് പോകുന്നത്. അതെ, ഇപ്പോൾ അത് മാറ്റം ഉണ്ടായി, വലിയ മാറ്റമുണ്ട്. ഈ കഴിഞ്ഞ 10 വർഷമായിട്ട് വലിയ മാറ്റം ഉണ്ടായി. ഇപ്പോൾ ട്രേഡ് ആൾക്കാരെ കാണാനില്ലല്ലേ എന്ന് തോന്നുന്നു. നിങ്ങളല്ലേ അറിയാവുന്നത് സാർ? അങ്ങനെയാണെങ്കിൽ സാറ് NSH നാസർ ലഞ്ചറി കമ്പനി വേൾഡിലെ തന്നെ വൺ ഓഫ് ദ ബിഗസ്റ്റ് കമ്പനിയാണ് സൗദിയിൽ വർക്ക് ചെയ്യുന്നത്. സൗദിയിലല്ല, മിഡിൽ ഈസ്റ്റിലെ നമ്പർ 1. സാർ ഇന്ത്യയിൽ കൂടുതൽ ഇപ്പോൾ ഹോസ്പിറ്റാലിറ്റി ഒരു ഹോസ്പിറ്റലിലാണ് ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത്. അതെ, ബാക്കി എഞ്ചിനീയറിംഗ് വർക്കൊന്നും ഇന്ത്യയിൽ ഏറ്റെടുത്തിട്ടില്ല. അതെന്തുകൊണ്ടാണ്? അല്ല, കാരണം വെച്ചാൽ അവിടെ ഏറ്റവും കൂടുതൽ ഇഷ്ടം പോലെ പ്രോജക്റ്റുകൾ വന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, പ്രോജക്റ്റ് വന്നുകൊണ്ടേയിരിക്കും. അതിലവിടെ എക്സ്പീരിയൻസ് ഉണ്ട്. ഇന്ത്യയിൽ നടക്കത്തില്ല, ഇത്രയും വർക്കുകൾ ഇന്ത്യയിൽ വരില്ല. ഇപ്പോൾ ഇന്ത്യയിൽ വർക്കുകൾ വളരെ കുറവാണ്ട്. ഈ LNT ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ, അതുൾപ്പെടെ ഗൾഫാണ് നോക്കുന്നത്. അവിടെ ഇഷ്ടം പോലെ വർക്കുകളുണ്ടാകും, പേയ്മെൻറ്റ് കറക്റ്റാണ്, മറ്റു ഇഷ്യൂകളൊന്നുമില്ല. പിന്നെ ഒന്നും മനസ്സിലാക്കുക, ഇപ്പം അവിടുത്തെ ഒരു സൗദി റിയാൽ ഇന്ത്യൻ രൂപ 25 ആണ്. ഞാൻ പോകുമ്പോൾ 1 രൂപ 50 പൈസ ആയിരുന്നു. സാർ ഇപ്പോഴേ തീരുമാനിച്ച മിഡിൽ ഈസ്റ്റിൽ ബേസ് ആക്കാം, അവിടെ ഓപ്പറേഷൻസ് ആവാൻ. ഞാൻ 76 തന്നെ മതി. ഇനി റിസ്ക് ഡൈവേഴ്സിഫൈ എന്നൊരു പരിപാടി എല്ലാ ബിസിനസ്സുകാർക്കും ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഒരു ഫോക്കസ്ഡ് ആണ്. അല്ലെങ്കിൽ എപ്പോഴും നോൺ കൺട്രീസിൽ അറിയുന്ന രാജ്യങ്ങളിൽ ജോലി ചെയ്യുക, നിയമങ്ങളനുസരിച്ച്. അതാണ് മെയിൻ. സാർ എന്തെങ്കിലും ഒരു അനുഭവം അവിടുത്തെ ഇപ്പോഴും ഓർത്തിരിക്കുന്നുണ്ടെങ്കിൽ ഒരു അനുഭവം മനസ്സിൽ നിന്ന് ഓർത്തിരിക്കുന്നത്? എല്ലാ അനുഭവങ്ങളും ഞാൻ ആദ്യം ഈ ഇന്ത്യക്കാർക്ക് വലിയ എന്ന് പറഞ്ഞില്ലേ, ഞാൻ ആദ്യം 77 ഒരു കാർ വാങ്ങണമെങ്കിൽ അപ്പം ഒരു വലിയൊരു സർവീസ് ചേക്കാൻ എൻ്റെ കാർ ഇപ്പോൾ വിൽക്കുന്നു. എൻ്റെ ചോദിച്ച് കാർ വേണം, ഇത്ര രൂപ ഇപ്പോൾ തരാമെന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ പൈസയിലെന്ന് പറഞ്ഞത് ഞാൻ എഗ്രി ചെയ്ത് കാർ അന്ന് വാങ്ങി. അതാണ് ഏറ്റവും വലിയ ഒരു അനുഭവം സൗദിയിൽ ആദ്യം. രണ്ടാമത്തെ അനുഭവം ഈ നമ്മൾ അന്ന് ഈ കൊറിയൻസും ജാപ്പാനീസാണ് ഇത്. എൻ്റെ ഏറ്റവും വലിയ ഒരു കമ്പനി ഇപ്പോൾ ഇല്ല. അതിൻ്റെ ഒരു പ്രൊജക്റ്റ് മാനേജറെ കാണാൻ പോയി. ഷേക്ക് ഹാൻഡ് കൊടുക്കാൻ പോയപ്പോൾ അല്ലെങ്കിൽ ഷേക്ക് ഹാൻഡ് തന്നില്ല. അത് 10-25 വർഷം ഷേക്ക് ഹാൻഡ് തന്നില്ല. അപ്പോൾ അയാൾ പറഞ്ഞത്, ഞാൻ ഷേക്ക് ഹാൻഡ് ചെയ്യുന്നത് എന്നെപ്പറ്റിലെ അപ്പുള്ള ആൾക്കാർ അല്ലെങ്കിൽ എൻ്റെ ലെവലുള്ള ആൾക്കാർക്ക് ഷേക്ക് ഹാൻഡ് കൊടുക്കുകയുള്ളൂ. ഇത് പറഞ്ഞുണ്ട്, അതാണ് ഇത്. പക്ഷേ ആളെ ഞാൻ എംപ്ലോയി ആക്കി. അതാണ് ആൾക്കാരുടെ അടുത്ത് ഇന്ത്യക്കാർക്ക് ആ വിലയില്ല എന്നുള്ളതാണ്. ഇത് ഏറ്റവും വലിയൊരു അനുഭവമാണ്. ആ ഒരു സിറ്റുവേഷൻ മാറിയിട്ടുണ്ടോ ഇപ്പോൾ ഇന്ത്യക്കാർക്ക്? ഇന്ത്യക്കാർക്ക് ഭയങ്കര വലിയ മാറ്റമാണ്. ഞാൻ കഴിഞ്ഞ
20 വർഷം മുമ്പ് സ്റ്റേറ്റ്സിൽ ലോകത്തെ വലിയൊരു കമ്പനിയുടെ ചെയർമാനെ കാണാൻ പോയിരുന്നു. സംസാരിച്ചപ്പം അയാൾ പറഞ്ഞു, എൻ്റെ കൂടെ എൻ്റെ ഒരു CEO ഒരു അമേരിക്കനാണ്, അയാളുടെ കൂടെ വിളിയത്. പറഞ്ഞാൽ ഇന്ത്യക്കാരെ വിശ്വസിക്കാമല്ല, കാരണം വെച്ചാൽ അവരുടെ നോളജ് ഈ കാറ് കഴുകാനും കിച്ചൺ വൃത്തിയാക്കാനും ഉള്ളതെന്ന് പറഞ്ഞു. അതുകൊണ്ട് അന്ന് അവർ ചെയ്തത് ലണ്ടനിലും അമേരിക്കയിലും ഈ ഫോറിനേഴ്സ് എന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യ പാകിസ്ഥാനൊക്കെ ഇവിടെ നിന്ന് 200 കിലോമീറ്റർ ദൂരെയാണ് അവരുടെ അക്കോമഡേഷൻ അന്ന്. അത് സിറ്റിയായി. ആ മാറ്റമാണ്. അന്ന് തൊട്ടേ ഈ നമ്മളാരും വിശ്വസിക്കില്ല. നമ്മൾ ഈ ഏഷ്യൻ എന്ന് വെച്ചാൽ നമ്മുടെ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകും, കള്ളന്മാരാണ്, ആ ധാരണയിലാണ് അന്ന് തുടങ്ങിയത്. ആ ലണ്ടനിൽ നല്ല ഇപ്പോൾ അവിടെ എല്ലാം മെയിൻ സിറ്റീസായി. പക്ഷേ ഇപ്പോൾ ഗ്ലോബൽ മാർക്കറ്റിൽ ഇന്ത്യക്കാർക്കൊരു റെസ്പെക്ട് കിട്ടി. ഭയങ്കര മാറ്റമുണ്ട്, വലിയ മാറ്റമുണ്ട്. അത് മേ ബി താങ്കൾ ഉൾപ്പെടെയുള്ള ബിസിനസ്സുകാരുടെ അത് നമ്മൾക്കടെ മുമ്പുള്ള ആൾക്കാരുടെ അതാണ്. ഈ ഒരാൾ നല്ലത് ചെയ്താൽ ആ ഇന്ത്യക്കാരെ നമ്മൾ ചോദിക്കുള്ളൂ ഏറ്റവും നല്ല ഞാൻ ചോദിക്കാറ് ഇവിടുത്തുകാരനാണെന്ന് ചോദിക്കും. അപ്പോൾ ആ റെസ്പെക്റ്റ് ചെയ്യും ആൾക്കാർ. എപ്പോഴും നമ്മൾ നല്ല പെരുമാറും, നല്ല വിശ്വസ്തത ഉണ്ടെങ്കിൽ ഒരാൾക്കാരും വരും. ഇപ്പോൾ ഇന്ത്യക്കാരെന്ന് വെച്ചാൽ ഇപ്പോൾ അവിടെ പുറമെ നടക്കുക, ഇന്ത്യക്കാർക്കെല്ലാം പൈസ കൊണ്ട് നടക്കുകയാണ്. സാർ ഒരുപാട് നാഷണാലിറ്റീസിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ടാവുമല്ലോ. ഈ വർക്ക് എത്തിക്സ് കൊണ്ട് ഏറ്റവും ഇംപ്രസ്ഡ് ആയിട്ടുള്ള ഏത് നാഷണാലിറ്റി ആയിരിക്കും? നമ്മുടെ ആൾക്കാർ ഏറ്റവും നമ്പർ 1 ആണ് ഇന്ത്യൻസ് ആണ്. ഇപ്പോൾ ഇന്ത്യ എന്ന് വെച്ചാൽ കേരളക്കാരൊന്നുമില്ല, ഇപ്പോൾ എല്ലാം നോർത്ത് ഇന്ത്യൻസ് ആണ് കംപ്ലീറ്റ്. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ളത് ഫിലിപ്പീൻസ്, നല്ല ജോലിക്കാർ. അത് കഴിഞ്ഞ് നേപ്പാളീസ്. അപ്പോൾ ഞങ്ങളുടെ ഫസ്റ്റ് ഇന്ത്യൻസും പിന്നെ ഫിലിപ്പീൻസുമാണ്. സാർ, ഈ ഗൾഫിൽ ജോലി സാധ്യത ഓപ്പർച്യൂണിറ്റീസ് ഒരുപാട് കുറഞ്ഞു വരുന്നു എന്ന് കേൾക്കുന്നുണ്ട്, അത് സത്യമാണോ? അടുത്ത ഒരു 10-20 വർഷത്തേക്ക് കുഴപ്പമുണ്ടാകില്ല. പക്ഷേ അവിടെ ലോക്കൽസ് എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ പോപ്പുലേഷനുള്ള സ്ഥലമാണ് സൗദി അറേബ്യ. അപ്പോൾ അവിടുത്തെ ജോലിക്ക് മിനിമം ഇപ്പോൾ തന്നെ 40% നമ്മൾ ലോക്കൽസിനെ റിക്രൂട്ട് ചെയ്യണം. ഒരു ജോലിയില്ല, നമ്മൾ പൈസ എടുക്കണം. അപ്പോൾ അതുകൊണ്ട് അതനുസരിച്ച് കുറയും. ഇപ്പം ചില കാറ്റഗറീസ് ഈ ലോക്കൽസിന് മാത്രമേ ജോലി കൊടുക്കാറുള്ളൂ. അതാണ് കാരണം. പണ്ടെല്ലാവരും പറ്റും, പക്ഷേ ഒരിക്കലും ഇപ്പം ഞാൻ തന്നെ ഈ ഇന്ന് മുതൽ അടുത്ത 3 വർഷം 6 to 7 ബില്യൺ ഡോളറിൻ്റെ വർക്ക് കോൺട്രാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെല്ലാം ആൾക്കാർ വേണം. ഈ ഒരു ജോലി ചെയ്താൽ അത് മിനിമം 5 years 6 years ഉണ്ടാകും. ഇപ്പം നമുക്ക് പിന്നെ അവിടെ എടുക്കുന്ന എഞ്ചിനീയേഴ്സ്, നല്ല എഞ്ചിനീയേഴ്സ് കിട്ടും സൗദിയിൽ. പിന്നെ ലേഡീസ് സൂപ്പറാണ്, ലേഡീസ് വർക്ക് ചെയ്യാൻ ആക്കുറ സമയം. അപ്പം അങ്ങനെയുള്ള ആൾക്കാരെ അവിടെ എടുക്കും, ബാക്കിയെല്ലാം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക. ഈ ലോക്കൽ വർക്ക് ഫോഴ്സ് എങ്ങനെ എഫക്റ്റീവ് ആണോ? നമ്മുടെ അത്രയും നല്ല അവിടെ നിന്നുള്ള അവിടുത്തെ ടോപ്പ് ലെവൽ ആൾക്കാർ വളരെ എഫക്റ്റീവാണ്. അവർ ഐക്യു വളരെ നമ്പർ 1 ആണ്. ഈ താഴെ ഗ്രേഡിലുള്ള എന്നുവെച്ചാൽ അവർ ഞങ്ങൾ ഈ സൗദി എന്നുള്ള നിലയിൽ ജോലി ചെയ്യില്ല, പക്ഷേ ഇപ്പോൾ ജോലി ചെയ്തേ പറ്റൂ. ഒരു 10 to 20% കിട്ടും. നേരത്തെ പറഞ്ഞപ്പോൾ ഇന്ത്യക്കാരൻ നിലയ്ക്ക് ഉണ്ടായ മോശമായ എക്സ്പീരിയൻസിൻ്റെ കാര്യം പറഞ്ഞു. നേരെ തിരിച്ചുണ്ടായിട്ടുണ്ടോ? അത് ഇന്ത്യക്കാരനാണ് അല്ലെങ്കിൽ മലയാളിയാണ് എന്നുള്ളതുകൊണ്ട് ഗ്ലോബൽ മാർക്കറ്റിൽ കൂടുതൽ അക്സെപ്റ്റൻസോ അല്ലെങ്കിൽ ഒരു അപ്രീഷിയേറ്റ് ചെയ്യപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടാകും? ഈ ഗൾഫിൽ മാത്രമല്ല വളരെ അപ്രീഷിയേറ്റ്. ഇപ്പം നോക്കും, ഇന്ത്യക്കാരൻ അവരെ എന്നെ നോക്കും. ഇപ്പോൾ ഒരാളെപ്പോൾ കാണാൻ വരുന്നത് നമ്മളെപ്പറ്റി കംപ്ലീറ്റ് പഠിച്ചിട്ടാണ് നമ്മളെ കാണാൻ വരുന്നത്, വെറുതെ വരില്ല. ഒരനുഭവം പറയാം. ഞാൻ അതൊരു 20 വർഷമായി ഒരു ജാപ്പാനീസ് കമ്പനി ചിയോടാന്ന്, അവർക്ക് അവിടെ ഒരു വർക്ക് ഞാൻ ബിഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരെ എന്നെപ്പറ്റി പഠിക്കാൻ വേണ്ടി കൊറിയയിൽ പോയി ആ കമ്പനിയിൽ പോയി എന്നെപ്പറ്റി കംപ്ലീറ്റ് എഴുതി പഠിച്ച്, അത് പറഞ്ഞില്ല വരും. ഈ ജപ്പാനീസ് കണ്ടു കഴിഞ്ഞാൽ ഉറങ്ങി തൂങ്ങിയിരിക്കും, നമ്മളേക്ക് ഒന്നുമില്ല എന്ന് വരും. അപ്പോൾ നമ്മളെപ്പറ്റി എല്ലാം പഠിച്ചിട്ടാണ് അത് എഴുതിയെടുത്തിട്ട് എല്ലാം എഴുതും കംപ്ലീറ്റ്. എന്നിട്ട് കമ്പനി പറഞ്ഞ കറക്റ്റാണോ അല്ലയോ. അതെ, ഒരിക്കൽ തെറ്റുപോയാൽ തീർന്നു. ബ്ലഫ് അടിക്കാൻ ഒരിക്കലും സാധിക്കില്ല. അടിച്ചാൽ തീർന്നു. വീട്ടുകാരുടെ ഭാഗത്തു നിന്ന് ഈ ഒരു മേഖല തിരഞ്ഞെടുക്കുന്നത് ഇതിപ്പോൾ എന്തെങ്കിലും ഉണ്ടായിരുന്നു? അതും പ്രത്യേകിച്ച് ഇവിടെ നിന്ന് കേരളത്തിൽ നിന്ന് സൗദി അറേബ്യയിലേക്ക് പോകും, അങ്ങനെ വീട്ടുകാരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു എതിർപ്പോ എന്തെങ്കിലും ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ? മകൻ പഠിക്കണം, ഒരു ജോലി അന്ന് പറഞ്ഞു വന്നാൽ ഞാൻ എൻ്റെ മനസ്സിലങ്ങനെ പോകണമെന്ന് തോന്നി, അങ്ങനെ പോയി. എതിർത്തില്ല പാരൻസ്? അല്ല, ആദ്യം ഉണ്ടായി, പിന്നെ കുഴപ്പമുണ്ടായില്ല. പക്ഷേ ഞാനത് പോയോണ്ടാണ്, ആ ഭൂമി ഉണ്ടായാണ് നമ്മൾ ഈ നിലയിലായത്. അല്ല രേപ്പിളി ആകത്തില്ല ഗൾഫില്ലെങ്കിൽ, ഒരിക്കലും ആകില്ല.
ഞാനല്ല, അങ്ങനെ പല ആൾക്കാരും ഉണ്ടാകത്തില്ല. അത്ര ഒരു നല്ല സ്ഥലമാണ് ഈ ബിസിനസ് അറ്റ്മോസ്ഫിയർ. അത്ര നമ്മൾ വളരെ ചീറ്റ് ചെയ്യാൻ പോലും പോയതാണ്, പോയാൽ തീർന്നു. നിങ്ങൾ പറയുന്നത് നിങ്ങൾ കമ്മിറ്റ്മെൻറ്റ് വെരി ഇമ്പോർട്ടൻ്റ്. സാർ ഇപ്പോഴും സൗദി എന്തിനാണ് ചൂസ് ചെയ്തതെന്ന് പറയുന്നത്? അങ്ങനെ സൗദി എന്തിനാണ് ചൂസ് ചെയ്തത്? അവിടെ ദുബായ് ഉണ്ടായിരുന്നു, കുവൈറ്റ് ഉണ്ടായിരുന്നു. നമുക്ക് എല്ലായിടത്തും ഉണ്ട്. അല്ല, പക്ഷെ ആദ്യം പോയിട്ട് സെറ്റപ്പ് ചെയ്യാൻ ആ സമയത്ത് സൗദി ആകുമ്പോൾ അന്ന് ദുബായിലൊന്നുമില്ല. ദുബായ് കൊണ്ട് ഇപ്പോഴല്ലേ ദുബായ് ആയത്. ദുബായിൽ ഒരു 20 വർഷം കൊണ്ടായത്. സൗദി അന്നും റിച്ചായിരുന്നു. ട്രൈബൽ കമ്മ്യൂണിറ്റി അല്ലേ, ഒട്ടും ഇൻഫ്രാസ്ട്രക്ചർ ഒന്നും ഇല്ലാത്തത് അല്ലേ സാർ? ഒന്നുമില്ലാതെ ഇപ്പോൾ എല്ലാം മാറി, കംപ്ലീറ്റ് മാറി. ഇപ്പോഴും സൗദിയിലും ഗൾഫിലൊക്കെ ബിസിനസ് ഉണ്ട്, അതുപോലെ തന്നെ കേരളത്തിലും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ കേരളത്തിനെ എങ്ങനെയാണ് കാണുന്നത്? കേരളം എങ്ങനെയാണ്? അതൊരു ഇമോഷണൽ കണക്ട് ആണോ, അല്ല കൂടുതൽ ഡൈവേഴ്സിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണോ? എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ പറയാം, ഈ കേരളത്തിലും ബിസിനസ് ചെയ്താൽ ബ്രേക്ക് വിനിൽ പോകും, പൈസ ഉണ്ടാക്കാൻ പറ്റില്ല. എൻ്റെ ഒരു ധാരണയാണ്. ഉണ്ടാകില്ല. ഗൾഫിലായാലും ഒരു എൻ്റെ കാരണം വെച്ചപ്പോൾ ഞാനിപ്പോഴും പഠിക്കുന്നത് ആൾക്കാർ പല നാഷണാലിറ്റി ഫൈറ്റ് ചെയ്യുക കൂടുതൽ. ഇപ്പം ജോലിക്കാരും ഇപ്പം ഫിലിപ്പീനെ കണ്ട് ഇന്ത്യക്കാർ പഠിക്കും, ഇന്ത്യയെ കണ്ട് അടുത്ത ഓരോ സംസ്ഥാനം ഒരു കോമ്പറ്റീഷനുണ്ട്, എങ്കിൽ മാത്രമേ മാറ്റം ഉണ്ടാവുള്ളൂ. എല്ലാ മാസവും ശമ്പളം വരിക ഒരു സന്തോഷമാണ്. അത് നാട്ടിലേക്ക് ഈ ഏറ്റവും കൂടുതൽ ഗൾഫിൽ ജീവിക്കുന്നവർക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ളത് ഇന്ത്യക്കാട്ടിൽ. അവിടെ ചെന്നാൽ അവർക്ക് ഫാമിലിയെ പറ്റി നാട്ടിനെ പറ്റി ചിന്തിക്കും ഉറപ്പ്. ഈ ഗൾഫിൽ വരുന്ന 98% ആൾക്കാരും രക്ഷപ്പെട്ടിട്ടുണ്ട്. പക്ഷേ 2% മോശമായിട്ടുള്ളൂ. എല്ലാവരും മെച്ചപ്പെട്ടിട്ടുണ്ട്. പക്ഷെ നല്ല ശമ്പളം കിട്ടിയാൽ ഈ 8 മണിക്കൂർ കഴിഞ്ഞാൽ ഓവർ ടൈമാണ്. അപ്പോൾ അതെങ്ങനെയും പൈസ ഉണ്ടാക്കും. ഒരു ലേബർ മിനിമം ഒരു 15,000 രൂപ ശമ്പളം മാസം ഉണ്ടാക്കും ഒരു ലേബർ. വെൽഡറാണെങ്കിൽ 30,000 35,000 അങ്ങനെ പോകുന്ന ശമ്പളം. അതെവിടെ കിട്ടും? ടാക്സ് കൊടുക്കണ്ട, ഫുഡ് ഫ്രീ, മെഡിക്കൽ ഫ്രീ. ഈ ഗൾഫിലെല്ലാം നല്ല കമ്പനിക്ക് എല്ലാം ഗോസിയുണ്ട്. അപ്പം മെഡിക്കൽ കംപ്ലീറ്റ് ഫ്രീ ആണ്. അപ്പോൾ അതാ ഇവിടെ ഉണ്ടാകില്ല. ഇപ്പോൾ എൻ്റെ കൂടെ 45 വർഷം വരെ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്, അവരുടെ മക്കളും ഉണ്ട്. ഇവിടെ ഈ കേരളത്തെക്കാട്ടിൽ അല്ലെങ്കിൽ ഇന്ത്യയെക്കാട്ടിൽ ഫ്രീഡമാണ് ഗൾഫിൽ. പണ്ട് മദ്യമില്ല, ഇപ്പം മദ്യം തുടങ്ങിയിട്ടുണ്ട് ദുബായിലൊക്കെ. ഏറ്റവും ഫ്രീ, കുഴപ്പമൊന്നുമില്ല. നിങ്ങളുടെ ജോലി ചെയ്യുക, നല്ല അക്കോമഡേഷൻ ഉണ്ട്, കിടക്കുക. എന്നാലും സ്വന്തം നാട്ടിൽ പോലെ ആവില്ലല്ലോ. അല്ല, കോൺട്രാക്റ്റ് അനുസരിച്ച്, ട്രേഡ് അനുസരിച്ച് എല്ലാ വർഷം വെക്കേഷൻ പോകുന്ന ആൾക്കാരുണ്ട്, 6 മാസം പോകുന്ന ആൾക്കാരുണ്ട്, 2 വർഷം പോകുന്ന ആൾക്കാരുണ്ട്. നമ്മൾ കേരളത്തിലേക്ക് വന്ന് നേരത്തെ പറഞ്ഞു, താങ്കൾ കൂടുതലായിട്ട് ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയിലാണ് കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. കേരളത്തിൽ ഏറ്റവും വയബിൾ ആയിട്ടുള്ള ബിസിനസ് എന്താണ്, ഇൻഡസ്ട്രി ഏതാണ്? ഇപ്പോൾ തൽക്കാലം ഇൻഡസ്ട്രി ഹോസ്പിറ്റാലിറ്റി എന്ന് പറയത്തുള്ളൂ. ഇൻഡസ്ട്രി എന്ന് പറയാൻ ഇപ്പോൾ തൽക്കാലം ഹോസ്പിറ്റാലിറ്റി മാത്രമേ ഉള്ളൂ. കാരണം വെച്ചാൽ കേരളത്തിൽ ഭൂമി ലഭ്യത വളരെ കുറവ്, മാൻ പവർ എംപ്ലോയീസ് വളരെ കുറവ്. മാൻ പവർ കുറവാണ്. അതെ, അതെങ്ങനെയാണ്? ഇതിന് വർക്ക് ചെയ്യുന്ന മാൻ പവർ വളരെ കുറവില്ലേ, ടെക്നിക്കൽ വളരെ കുറവ്. ഇപ്പം ഈ ഇന്ത്യയിൽ ഇപ്പം മൊത്തം കേരളത്തിൽ മൊത്തം UP ബീഹാർ ഒക്കെ അല്ലേ ഉള്ളൂ, കേരളക്കാരത്തുണ്ട്. ഞാൻ അത് തന്നെ ചോദിക്കാൻ വന്നത്. കഴിഞ്ഞ വർഷം ഒരു ഇൻ്റർവ്യൂവിൽ താങ്കൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, UPയും ബീഹാറും ഒക്കെ വളരുന്ന രീതി നമ്മൾ നോക്കണം, കേരളം കാണണം എന്ന് പറഞ്ഞു. എന്താണ് നമ്മുടെ നെക്സ്റ്റ് ഗ്രോത്ത്? എന്താണ് നെക്സ്റ്റ് കേരളത്തിൻ്റെ അടുത്ത ഗ്രോത്ത് എങ്ങോട്ടാണ്, അല്ലെങ്കിൽ എന്താ വേണ്ടത് താങ്കളുടെ ഒരു കാഴ്ചപ്പാടിൽ? ഇപ്പം ഇന്ന് കേരളത്തിൽ മാറ്റം ഉണ്ടെന്ന് വെച്ചാൽ ഇപ്പം ഗൾഫും കേരളവും വളരെ എളുപ്പം. ഇപ്പം അവന് പഠിച്ച മാറ്റം ഉണ്ടാകുന്നുണ്ട്. ഗൾഫിൽ തീർച്ചയായിട്ടും ഗ്രോത്ത് ഉണ്ടാവും, കേരളത്തിലും ഗ്രോത്ത് ഉണ്ടാവും. ഇപ്പം തന്നെ ഇത്രയും ഷോപ്പിംഗ് മാൾ ഒന്നല്ലേ നല്ല രീതിയിൽ നമ്മൾ വിചാരിച്ചതാണോ? ഇത്രയും ഹൈവേ ഉണ്ടായിട്ടില്ലേ? വിചിത്ര മാറ്റം ഉണ്ടാവും. അല്ല, കേരളത്തിൽ എൻ്റെ ചോദ്യം എന്താ വെച്ചാൽ, താങ്കൾ ഈ പറഞ്ഞ പോലെ ലാൻഡ് കിട്ടാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. കേരളത്തിൽ ഏറ്റവും സ്കോപ്പുള്ള ബിസിനസ് ഏതാണ്? ഇനി സാധ്യതകൾ ഏത് രംഗത്താണ്? ഒന്ന് ഫിഷറീസാണ് നമ്മുടെ നമ്പർ 1, വളരെ സാധ്യതയുള്ളത്. പിന്നെ മിനറൽസും നല്ല മാറ്റമുള്ള ഒരു ബിസിനസ്സാണ്. പിന്നെ ഏറ്റവും കൂടുതൽ ഹോപ്പുള്ളതാണ്. ഇഷ്ടംപോലെ മിനറൽസും ഉണ്ട്, പക്ഷെ അത് ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഇപ്പോഴും പ്രൈവറ്റ് ഇൻഡസ്ട്രിക്ക് പറ്റില്ലല്ലോ. ഇപ്പോൾ KMRL മാത്രമല്ലേ ചെയ്യുന്നുള്ളൂ? അല്ലാതെ ഇത് പണ്ട് ഞാൻ ശ്രമിച്ചതാണ്. പണ്ട് BVG സാർ എന്ന് പറയാം, അതിനടുത്ത് ബന്ധു അങ്ങനെ അത് അന്ന് 5000 ഇന്ത്യൻ റെയർത്ത് മാത്രമേ ഉള്ളൂ ലൈസൻസ് ഉള്ളത്. അവരോട്ട് കൊളാബറേഷൻ ചെയ്ത് ചെയ്യാൻ പറ്റും. അതൊക്കെ പോയി, അതെല്ലാം മണ്ണടിച്ച് പോയി. മിനറൽസ് നല്ലതാണ്. പിന്നെ നമ്മുടെ വനമേഖലയിൽ ഈ കോഫിയും
ടീയും. അതാണ് നല്ലൊരു മാറ്റമുള്ളതാണ്. ടീയും കോഫിയും ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന നല്ലൊരു സ്ഥലം ആഫ്രിക്കയിലുണ്ട്, അത് ഇവിടെ കേരളത്തിലാണ്. സാർ ഒരു ഹോസ്പിറ്റലിൽ ഇൻവെസ്റ്റ് അങ്ങനെ കൊല്ലത്തൊരു ആശുപത്രിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? അതെ, നമ്മൾ അതെ, അത് നമ്മൾ ഈ ചാരിറ്റി ആയിട്ട് പോവുക, ലാഭത്തിന് വരില്ല. ഉപാസന അത് ലാഭത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള പൈസ ഓരോ വർഷവും 10-50 കോടി രൂപ നമ്മൾ അങ്ങോട്ട് കൊടുക്കുക. വേറൊരു കാര്യം പറയുന്നത്, ഈ വെൽത്ത് ക്രിയേഷൻ പല രാജ്യത്തും പല കൾച്ചറിലും റെസ്പെക്റ്റഡ് ആണ്, ആക്സെപ്റ്റഡ് ആണ്. US-ലൊക്കെ എലൻ മസ്ക് ആണെങ്കിലും നമുക്ക് ഇന്ത്യയിലാണോ കേരളത്തിൽ ആ ഒരു കൾച്ചറുണ്ടോ വെൽത്ത് ക്രിയേറ്റേഴ്സിനെ? അതിൽ ഇവിടെ വെൽത്ത് ക്രിയേറ്റ് ആൾക്കാർക്ക് ഒരു എഗനിസ്റ്റാണ് വെൽത്ത് ഉണ്ടാക്കുന്ന ആൾക്കാരെ കേരളത്തിൽ. പക്ഷേ ഗൾഫിലൊക്കെ ആണെങ്കിൽ വെൽത്തുള്ള ആൾക്കാർ ഏറ്റവും കൂടുതൽ ഇത് ചെയ്യും. ഈ പൈസ ഉള്ള ഒരാളെ ഒരു മനുഷ്യൻ കേരളത്തിൽ വലിയ പ്രയാസമാണ്. അതെന്തുകൊണ്ടായിരിക്കും സാർ? അതൊക്കെ ജലസി എന്ന് പറയും. എനിക്കുണ്ടായില്ല, അവനങ്ങനെ ഉണ്ടായി. അല്ല, മറ്റൊന്നും കാര്യമില്ല. അല്ല, അങ്ങനല്ലേ തോന്നുന്നത്? എനിക്കുണ്ടാകാൻ പറ്റില്ല, അവനുണ്ടായി എന്ന് പറയും. അല്ലെങ്കിൽ പറയാൻ കള്ളക്കടത്താണ് കാര്യം. അങ്ങനെ പലതും പല സ്റ്റോറീസും പറയും. പക്ഷെ മറ്റ് രാജ്യങ്ങളെല്ലാം വെൽത്തുള്ള ആൾക്കാരെ വളരെ ഹൈലി അപ്രീഷിയേറ്റ് ചെയ്യും, വെൽക്കം ചെയ്യും. വെൽത്തുള്ളവനെ ഉള്ള വില. അല്ലെങ്കിൽ ട്രംപിനെ ആര് വില വെക്കും അല്ലേ? അതിന് വെൽത്തും മിലിറ്ററി ഉണ്ടായിട്ട് ആൾക്കാർ രാജ്യം വില, ലോകരാജ്യങ്ങൾ വില വെക്കുന്നത്. മണിപ്പൂറാണ്. ഇത് കേരളത്തിൽ രാജേഷ് ചോദിച്ച പോലെ അത് കേരളത്തിൽ മാത്രമാണ് ഈ ഒരു അർഹിക്കുന്ന ബഹുമാനം കിട്ടാത്തത്? കേരളത്തിൽ മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലായിടത്തും ബാക്കി സംസ്ഥാനങ്ങൾക്കില്ല. അതെന്തുകൊണ്ടായിരിക്കാം? ഈ ജലസി അല്ലാതെ ഇപ്പം പറയാൻ പറ്റില്ല, ഇത് പണ്ടേ തുടങ്ങി വന്നതാണ്. നമ്മുടെ കൾച്ചറാണ്. ഇത് ചിലപ്പോൾ പറയാറുണ്ട് കേരളത്തിൽ മാത്രമാണ് ഈ വൈശ്യ കമ്മ്യൂണിറ്റി ഇല്ലാത്തത്, ഒരു ബിസിനസ് പാരമ്പര്യം ഇല്ലാത്തൊരു സ്റ്റേറ്റ് ആണ് കേരളം മാത്രമേ ഉള്ളൂ. അതായത് കോഴിക്കോട് മാറ്റി കൾച്ചർ മാറ്റുക. ഏറ്റവും കൂടുതൽ NRIസും റിച്ചസ്റ്റ് ആൾക്കാരുള്ള ഞാൻ വിചാരിക്കുന്നത് കർണൂർ തൊട്ടം അല്ല കോഴിക്കോട് തൊട്ടങ്ങോട്ടാണ് ഏറ്റവും റിച്ചസ്റ്റ് NRIയും പൈസയുള്ള ആൾക്കാർ. അവിടെ ഈ കുഴപ്പമില്ല. അവിടെ ആ യൂണിറ്റി വളരെ കൂടുതലുണ്ട്. തെക്കോട്ട് ആ യൂണിറ്റി ഇല്ല. ഒരു കമ്മ്യൂണിറ്റി റീസൺ കൊണ്ടാണോ അത്? അപ്പോൾ പക്ഷേ യൂണിറ്റി ഉണ്ട് അവിടെ. ആ യൂണിറ്റി ഈ എറണാകുളം കഴിഞ്ഞ തെക്കോട്ടില്ല. എറണാകുളം കഴിയണ്ടെന്ന് തോന്നി, ഇപ്പുറത്ത് അതിനേക്കാൾ ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു. അങ്ങനെ സൗത്ത് കേരളയിൽ തെക്കൻ കേരളത്തിൽ വരുമ്പോൾ കുറച്ചുകൂടെ ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു. വളരെ കൊള്ളാം. ഈ ഏറ്റവും കൂടുതൽ വർഷം ട്രിവാൻഡ്രം, കൊല്ലം, ആലപ്പുഴ ഡിസ്ട്രിക്റ്റാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ വരുമാനമുള്ള ജില്ല കാലിക്കറ്റും ഉണ്ട്. ഏറ്റവും കൂടുതൽ NRIസും അവരെ ജോലി ചെയ്യില്ല, എന്തെങ്കിലും ബിസിനസ് ചെയ്യുക, പൈസ അയക്കുന്നവരാണ്. അവരുടെ കളിച്ചിരുന്ന ഒരാൾ എല്ലാ ദിവസവും മിനിമം ഒരു 2000 ആൾക്കാരെങ്കിലും ഡെയിലി വരുന്നുണ്ട്. അപ്പോൾ അവർ വന്നു കഴിഞ്ഞാൽ ഒരു 2 മാസം ഒരാഘോഷമാണ്. എല്ലാം വിളിച്ച് ഒരു യൂണിറ്റ് സഹായിക്കുക, ഫുഡ് കൊടുക്കുക. നമ്മുടെ തെക്കോട്ടില്ല. ശരി, പലപ്പോഴും പറയാറുണ്ട് ഗൾഫിലായിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ കാണുന്ന കേരളം ഉണ്ടാവില്ലായിരുന്നു എന്ന്. അതെ, അത് അങ്ങനെ തന്നെയാണ്. തീർച്ചയായിട്ടും. എത്ര ലക്ഷം ആൾക്കാരാണ്, എത്ര മില്യൺസാണ് ഗൾഫിൽ ജോലി ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാകില്ല. ഇപ്പം ഞാൻ ഉണ്ടാകത്തില്ല, അങ്ങനെ യൂസ് പോലെ ഉണ്ടാകത്തില്ല, പലരും കാണത്തില്ല. ഗൾഫ് ഉണ്ടാകുന്ന ഒരു ചാൻസ് ഉണ്ടായിട്ടുള്ള. അത് കണക്ട് ചെയ്തൊരു ചോദ്യം ചെയ്യും സാർ. ഇപ്പോൾ ഓയിൽ ഇൻഡസ്ട്രിയായിട്ട് കണക്ട് ചെയ്താണ്. ഓക്കെ സാർ, ഡീറിസ്ക് ചെയ്തിട്ടില്ല, ഡൈവേഴ്സിഫൈ ചെയ്തിട്ടില്ല. ഇപ്പോഴും അതൊരു സൈക്ലിക്കൽ നേച്ചർ ഉണ്ട് ഓയിൽ ഇൻഡസ്ട്രിക്ക്. ഇപ്പോഴും NSH തന്നെയാണ് മെയിൻ കോർ. ഇത് വേറെ ഒന്നിലേക്കും തിരിയാത്തത് എന്തുകൊണ്ടാണ്? നമ്മൾ അറിയാവുന്ന ബിസിനസ് ചെയ്യുക. നമ്മുടെ ഗുഡ് വില്ലുണ്ട്. ഈ ഓയിൽ ഫീൽഡിൽ എല്ലാവർക്കും വർക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ക്വാളിഫൈ ചെയ്യണം. വർക്ക് ചെയ്തുള്ള എക്സ്പീരിയൻസ് അതുകൊണ്ടെങ്കിൽ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ നമ്മൾ മൊണോപ്പൊളി കൊണ്ട് ചെയ്യുന്നുണ്ട്. ഡൈവേഴ്സിഫൈ ആയിരുന്നു, യൂറോപ്പിൽ അസറ്റ്സ് വാങ്ങിക്കായിരുന്നു. അല്ല, അതൊക്കെ ഉണ്ട്. അസറ്റൊക്കെ ഉണ്ട്. അസറ്റ് അതുകൊണ്ട് ലണ്ടനിൽ പ്രോപ്പർട്ടി ഉണ്ട്, ഓഫീസ് ബിൽഡിംഗ് ഉണ്ട്, പിന്നെ ഓസ്ട്രേലിയയിലുണ്ട്. അതുകൊണ്ടൊന്നും വരുമാനം ഉണ്ടാകില്ല. ഈ വരുമാനം നമ്മുടെ കോർ ബിസിനസ്സിന് മാത്രമേ ഉണ്ടാകുള്ളൂ. അത് നമ്മൾ ആദ്യം ചോദിച്ച പോലെ ഈ ആദ്യത്തെ പരാജയത്തിൽ നിന്നുണ്ടായ ഒരു പേടിയുണ്ട്, റിസ്ക് എടുക്കാനുള്ളൊരു മടി, അതിൽ നിന്നാണോ അത്? ഇപ്പം നമ്മൾ പ്രായം കൂടി കൂടുതൽ എക്സ്പീരിയൻസ് ഉണ്ട്. അന്ന് കൊച്ചാനില്ലേ എന്ന് പറഞ്ഞ പക്ഷെ അന്ന് അത് അങ്ങനെ ആ ബിസിനസ് പൊളിഞ്ഞത് വളരെ സന്തോഷമാണ് അല്ലേ. അതുകൊണ്ടാണ് ഗൾഫിൽ പോകാൻ ബാധിച്ചത്. ഗൾഫിൽ എൻ്റെ ഒരു ഗോൾഡൻ ഭാഗ്യം എന്ന് വെച്ചത് ഗൾഫിൽ പോയതാണ്. കർഷക കുടുംബത്തിൽ നിന്നാണല്ലോ വരുന്നത്. അതെ. അപ്പോൾ ഏതെങ്കിലും സ്റ്റേജിൽ ഈ കൃഷിയിലേക്ക്, അതായത് ഇൻവെസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ചെയ്യുന്നുണ്ട്. ഞാൻ പറയാം. ഞങ്ങൾ 5-6 വയസ്സായപ്പം ഈ പശുക്കളുണ്ട്.
ജോലിക്കാരും കാണുമ്പോൾ ജോലിക്കാർ വീട്ടിലുള്ള പശുവിനെ പുല്ലുണ്ടല്ലോ, പുല്ല് പശുവിനെ ഉണ്ടാക്കുക കണ്ട് പശുക്കളെ കുളിപ്പിക്കാറുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ എല്ലാ പണിയും എല്ലാ കംപ്ലീറ്റ് പണി ഞാൻ ചെയ്തിട്ടുണ്ട്. അതാ ഈ പൂട്ടാൻ, ഈ കാളയുണ്ട്, കാള വെച്ച് പൂട്ടുക, ഈ പണ്ട് ഈ കൊച്ചു തൂമ്പുണ്ട് വെച്ചാണ് വിത്തിടില്ല, കള പറയില്ല, എള്ളു അറിയാത്തൊരു പണിയില്ല. അതൊരു നല്ലൊരു അറിവാണ്, ഇപ്പം ചെയ്യാൻ പറ്റും. അല്ല, ഞാൻ ചോദിച്ചത് ഇപ്പോൾ ഏതെങ്കിലും സ്റ്റേജിൽ ഈ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് കൃഷി ഇപ്പോഴും ചെയ്യുന്നുണ്ട്, ഇപ്പോഴും കൃഷി ചെയ്യുന്നുണ്ട്. കരുനാഗപ്പള്ളി ഒരു സ്ഥലത്ത് എത്ര സ്ഥലമാണ്, ഒരു നല്ല ഏറ്റവും നല്ല പറങ്കുമാവ്, പിന്നെ കപ്പ എല്ലാം ഇവിടെ ചെയ്യുന്നുണ്ട്. തമിഴ്നാട്ടിലും ചെയ്യുന്നുണ്ട്. അത് പശുക്കൾ, ആട് എല്ലാം വളർത്തുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹോട്ടലിലേക്കുള്ള പാലുകളെല്ലാം നമ്മുടെ അവിടെ നിന്ന് തന്നെ കൊണ്ടുവരുന്നത്, നമ്മുടെ ഫാമിൽ നിന്നാണ്. ഈ ഇവിടുത്തെ വെജിറ്റബിളെല്ലാം നമ്മുടെ ഫാമിൽ നിന്നാണ്, വാങ്ങുന്നില്ല. അതെല്ലാം ഫ്രഷ് കിട്ടാൻ വേണ്ടി, ലാഭത്തിന് വേണ്ടി, സന്തോഷത്തിന് വേണ്ടി. നേരത്തെ നമ്മൾ കേരളത്തിൻ്റെ കാര്യം ചോദിച്ചാൽ അതിൽ കുറച്ചുകൂടെ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി ചോദിക്കും. അതായത് ഈ കേരളത്തിൻ്റെ എല്ലാം എപ്പോഴും ഉള്ളൊരു കൾച്ചർ, മേ ബി നമ്മുടെ ഒരു പൊളിറ്റിക്സ് കൊണ്ടുകൂടെ ആയിരിക്കും ഈ ബിസിനസ്സുകാർ പൊളിറ്റിക്സുമായിട്ട് ഇങ്ങനെ ചേരാതെ പോവുകയായിരുന്നു. പക്ഷെ കഴിഞ്ഞൊരു 10-20 വർഷമായിട്ടത് മാറിയിട്ടുണ്ട്, കുറച്ചുകൂടെ അടുപ്പം വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു ട്രെൻഡ് അല്ലെങ്കിൽ അങ്ങനെ ഒരു മാറ്റം നോട്ടീസ് ചെയ്തിട്ടുണ്ടോ? കാരണം വെച്ചാൽ ഈ ഗൾഫിലുള്ള ആൾക്കാരും ഇവിടെയുള്ള പൊളിറ്റീഷ്യനും ഗൾഫിൽ പോയി ആ മാറ്റം കണ്ടു. ഇവിടെയൊക്കെ ഫാമിലീസ് ഗൾഫിലുള്ള ആൾക്കാരുണ്ട്. അതുകൊണ്ട് ഈ മരത്തിന് മെയിൻ കാരണം അതിനി മാറത്തുള്ളൂ, ഇനി പഴയ പോലെ വരികയില്ല. അതൊരു നല്ല ട്രെൻഡ് അല്ലേ? തീർച്ചയായിട്ടും നല്ലതാണ്, അത് വലിയ മാറ്റം ഉണ്ടാകും. എന്നുവെച്ചാൽ ഈ കേരളത്തിലും പ്രകൃതി സൗന്ദര്യമായ സ്ഥലം ഇല്ല. അപ്പോൾ കൂടുതൽ ഫാക്ടറീസും ബിസിനസ്സും റോഡ്സും ഉണ്ടെങ്കിൽ ഇഷ്ടം പോലെ ഫോറിനേഴ്സ് ഇവിടെ എത്തും. കേരളത്തിൽ കഴിഞ്ഞ 70 വർഷം നോക്കുമ്പോൾ ഒരു പകുതിയോളം കാലം ഭരിച്ചിരുന്നത് ഇടതുപക്ഷ ഗവൺമെൻറ്റാണ്, മറുപത്തെ യുഡിഎഫുമായിരുന്നു. അപ്പം ഒരുപക്ഷെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഈ ട്രേഡ് യൂണിയൻസ് എല്ലാം കൊണ്ട് ഈ ബിസിനസ്സുകാരെ അല്ലെങ്കിൽ മുതലാളിമാരെയൊക്കെ മാറ്റി നിർത്തണം എന്നുള്ളൊരു ചിന്തയുണ്ടായിരുന്നു ഈ ഒരു വിഭാഗത്തിൻ്റെ. അതിപ്പോൾ ഒരു 10-20 വർഷം കൊണ്ട് അതിങ്ങനെ മാറി അവരെ കൂടെ മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരണം എന്നൊരു തോന്നൽ വരുന്നുണ്ട്. ഞാൻ ദുബായിക്കാരനാണ്. അത് അവരുടെ പൊളിറ്റീഷ്യനിൽ വേണ്ടി പറയേണ്ടത് അല്ലേ? സാറിന് പക്ഷേ ഇവരുമായിട്ട് നല്ല ബന്ധമുണ്ടല്ലോ, എല്ലാവരുമായിട്ടും. ഉമ്മൻചാണ്ടി സാറാണെങ്കിലും പിണറായി വിജയൻ ആണെങ്കിലും പ്രൈം മിനിസ്റ്റർ മോദി ആണെങ്കിലും ബന്ധം വേണ്ട. നമ്മൾ ബന്ധം നമ്മൾ കോൺട്രിബ്യൂഷൻ ചെയ്യാൻ വേണ്ടിയാണ്. ആ നമ്മൾ ഇന്നൊന്നും രാഷ്ട്രീയത്തിൽ നിന്നൊന്നും നേടിയിട്ടില്ല. നേരെ മറിച്ച് നാടിൻ്റെ ആവശ്യങ്ങൾക്ക് എല്ലാ ഗൾഫും ഒരുപാട് സഹായിക്കുന്നുണ്ട്. ആ ബന്ധമുള്ളത് നമുക്ക് ഇവിടെ നിന്നൊന്നും നേടാനില്ല. പ്രൈം മിനിസ്റ്ററുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ്? പ്രൈം മിനിസ്റ്റർക്ക് നേരത്തെ അറിയാം. ഈ അന്ന് ഈ ഗുജറാത്തിൽ ചീഫ് മിനിസ്റ്റർ ആകുന്നതിന് മുമ്പ് ഈ പ്രവാസി സമ്മേളനം ഉണ്ട്. അന്ന് നല്ല അങ്ങ് സ്ഥിരമായിട്ടത് വരുമായിരുന്നു. അവർ പറഞ്ഞ അന്ന് നേരെ ശല്യപ്പെടുത്തുമായിരുന്നു മറ്റ് പാർട്ടിക്കാർ, കോൺഗ്രസ്സുകാർ. വളരെ അന്നോട്ട് ആ ബന്ധം ആ കുടിയുണ്ടാണ്. ശല്യപ്പെടുത്തുമായിരുന്നു എന്ന് വെച്ചാൽ അങ്ങനെ വരുമ്പോഴേ പ്രസംഗിക്കാനോ സംസാരിക്കാനോ ഒന്നും അന്നത്തെ പൊളിറ്റിക്സ് മാറ്റമില്ലേ, ഇങ്ങനത്തിന് അങ്ങനെ വരുമായിരുന്നു. ഇവരൊറ്റ സ്പീച്ച് ചെയ്യാൻ വെച്ചിട്ടില്ല അന്ന്. അദ്ദേഹത്തിൽ കണ്ട ഏറ്റവും നല്ല ക്വാളിറ്റി എന്താണ്? അങ്ങനെ ഇപ്പോൾ പ്രൈം മിനിസ്റ്റർ നമ്മുടെ ഒരു ഭാഗ്യമാണ്. അങ്ങനെ സ്വന്തമായിട്ടൊന്നുമില്ല, നമ്മുടെ ഇന്ത്യയാണ് അങ്ങനെ കുടുംബം. അങ്ങനെ ആർക്കുമില്ല, അല്ലെങ്കിൽ വൈഫില്ല, മക്കളില്ല, ഒന്നുമില്ല. അങ്ങനെ നോക്കുന്ന ഇന്ത്യ എങ്ങനെയും വളരണം, അതാണ് അങ്ങനെ ബെസ്റ്റ് ക്വാളിറ്റി. അതുപോലെ ഒരാളെ കിട്ടത്തില്ല. ഇതേ ചോദ്യം പിണറായി വിജയനെ പറ്റി ചോദിച്ചാൽ? പിണറായി വിജയൻ അതുപോലെ തന്നെ ഏറ്റവും നല്ല ഒരു ലീഡറും. അങ്ങനെയും കേരളം നന്നാകണം, എങ്ങനെയും നന്നാകണം ഒറ്റ മാർക്കുള്ളൂ. എങ്ങനെയും മറ്റേക്കാർക്ക് ഇന്ത്യ കേരളത്തിലെ പൊളിറ്റീഷ്യൻസിൽ ഏറ്റവും കൂടുതൽ സൗഹൃദമുള്ള ആരും? ഇത് എല്ലാവരുടെ സൗഹൃദമുണ്ട്, എല്ലാ ആൾക്കാരുമായിട്ട്. അല്ല, അങ്ങനെയല്ല, നേരിട്ട് പരിചയമുള്ള എല്ലാവരും ബന്ധമുണ്ട്. എല്ലാവർക്കും നല്ല സൗഹൃദം. പൊളിറ്റീഷ്യൻ എല്ലാം പേരിട്ട് നല്ല ആൾക്കാരാണ്. അതുപോലെ PKV ആയിട്ട് നല്ല ബന്ധം ഉണ്ടായിരുന്നു. അത് വളരെ അപൂർവം. PKV അങ്ങനെ ഒരാളല്ല, സൂപ്പർ ആളായിരുന്നു. അത് അന്ന് പഴയത്തെ ആൾക്കാരെല്ലാം നല്ല ആൾക്കാരായിരുന്നു. ഉമ്മൻചാണ്ടി സാറുമായിട്ട് അത് തന്നെ നല്ല അടുപ്പമുണ്ടായിരുന്നു. എല്ലാവരും നല്ല ബന്ധമുണ്ട്. ഈവൻ VS തൊട്ട് നല്ല അടുപ്പമായിരുന്നു. അതെ, VS-ൻ്റെ ഇവിടുത്തെ ഹോട്ടലിൽ ഉദ്ഘാടനം അങ്ങനെ വന്നു. നമ്മുടെ കൊല്ലത്ത് റാവിസിൻ്റെ വരത്തില്ല, അങ്ങനെ വന്നു, പറയാതെ വന്നു. PKV ആയിട്ടുള്ള എന്താ കൊല്ലം കണക്ഷനാണോ?
അതെ അതെ നല്ല അങ്ങനെയൊക്കെ നല്ല മനുഷ്യനാണ് അല്ലേ, നല്ല വ്യക്തിത്വമുള്ള. ഇടക്കാലത്ത് കേട്ടിട്ടുണ്ട് ഈ സിനിമയിലേക്ക് ഡൈവേഴ്സിഫൈ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിരുന്നു. നമ്മുടെ ആച്ചാണി രവിയുടെ മറ്റു പ്രൊഡക്ഷൻസ് ഒക്കെ മേടിക്കാനൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇല്ല, പടത്തിന് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. മോഹൻലാലിൻ്റെ അടുത്ത ഫണ്ടാണ്. സാമ്പത്തിക എന്തെങ്കിലും സഹായം കൊടുക്കുന്ന നല്ലതുണ്ട്. പിന്നെ എൻ്റെ ഒരു കോബ്രത ഉണ്ടായിരുന്നു, പറയും ഒരു MLA വിജയൻ പിള്ളി എന്ന് പറയും. അങ്ങനെ നിർബന്ധിച്ചൊരു പടം എടുത്തു ഉപറിഷ്യേറ്റ് ചെയ്യുന്നത് അവർക്ക് വേണ്ടി ചെയ്താ. ബറോസിൽ താങ്കൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ലേ? ഇല്ല, അത് ഈ ഈ സാമ്പത്തിക സഹായം വേണമെങ്കിൽ കൊടുത്തിട്ടുണ്ട്. പലിശയ്ക്കും ലാഭത്തിനുമല്ല, ഈ പേഴ്സണൽ ലോൺ കൊടുത്തിട്ടുണ്ട്. NSH തുടങ്ങി ഇപ്പോൾ 2014 സാർക്ക് ഈ പൊസിഷനിൽ നിന്ന് മാറി അല്ലേ? അതിന്റെ ആ ഒരു ഗ്രോത്ത് ഒന്ന് പറയാമോ? എങ്ങനെയാണ് സൗദിയിൽ തുടങ്ങി സൈസ്? ഞാൻ 150 ആൾക്കാരിൽ തുടങ്ങിയെന്ന് പറഞ്ഞില്ലേ, ഇന്ന് 1,60,000 ആൾക്കാർ കമ്പനിയിൽ. ലോകത്തൊരു കമ്പനിയിൽ ഇത്രയും ആൾക്കാർ ഗൾഫിൽ വർക്ക് ചെയ്യുന്നില്ല എൻ്റെ കമ്പനി ഉപയോഗിച്ച്. അവർ കഴിഞ്ഞ 40 വർഷമായിട്ട് ജോലി കൊടുക്കുന്നുണ്ട്. അത് ഈസിയല്ല, ഇത്ര ആൾക്കാർ ജോലി കൊടുക്കുക. ഞങ്ങളുടെ കിച്ചന് മാത്രം ഒരു 500,000 ആൾക്കാർ ഓരോ സ്ഥലത്തുള്ളത്. അപ്പം എനിക്ക് പ്രൗഡായിട്ട് പറഞ്ഞാൽ ഞാൻ മുഖാന്തരം പല സ്റ്റേറ്റ്സിലെയും സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് മാറിയിട്ടുണ്ട്. കുടുംബത്തിൽ ഉണ്ടാക്കുന്നത് ഈ ഗൾഫിൽ ജോലി നല്ല വീട്, നല്ല വസ്തു, നല്ല എഡ്യൂക്കേഷൻ എല്ലാം നല്ല നിലയിലാണ് പോകുന്നത്. അതിന് കാരണമായത് ഞാനാണ്. ആർക്കും ഇത്രയും ജോലി കൊടുക്കാൻ ഗൾഫിൽ ഇനിയും ഉണ്ടാകുമെന്ന് സാധിക്കത്തില്ല ഞാൻ കൊടുത്ത പോലെ. ബിസിനസ്സിൽ എത്തിക്സിന് എത്രമാത്രം റോളുണ്ട്? ഞാൻ എത്തിക്സിലെ മെയിൻ നോക്കുന്നത് ഉറപ്പായിട്ട്. അതൊന്ന് പറയാമോ? അതായത് ഈ ഒരു എത്തിക്കൽ പൊസിഷൻ എടുക്കേണ്ടി വന്ന ഏതെങ്കിലും ഒരു അനുഭവം പറയാമോ? ഒരു ബിസിനസ് രംഗത്ത് അങ്ങനെ പല ബിസിനസ്സുകൾ നഷ്ടപ്പെട്ടു. എത്തിക്ക് ഞാൻ ഇതുവരെ ബ്രൈബ് കൊടുത്തിട്ടില്ല, കൊടുക്കേണ്ടി വന്നിട്ടില്ല. എന്തെങ്കിലും ആ രാജ്യത്ത് നിന്ന് പ്രശ്നം കൊടുക്കേണ്ടി വരും, അതുകൊണ്ട് ഞാൻ കൊടുക്കും. വർക്ക് കിട്ടാൻ വേണ്ടി ഇതുവരെ ബ്രൈബ് കൊടുത്തിട്ടില്ല. ഈ ഇല്ലീഗൽ ബിസിനസ്, ഒരു ഇല്ലീഗൽ ബിസിനസ് ഇന്ന് വരെ ചെയ്തിട്ടില്ല. ഇത് രണ്ടും ചെയ്തില്ല. മദ്യപാനം ചെയ്യാറില്ല. പിന്നെ ചിലപ്പം മീറ്റിങ്ങിൽ വൈൻ കുടിക്കാൻ പറ്റത്തില്ല. അത് കമ്പനീസൊക്കെ നമ്മളെപ്പോഴും യൂറോപ്പ്, അമേരിക്കയില്ല, അതൊരു പാർട്ട് ഓഫ് ദ ബിസിനസ്സാണ്, അല്ലാതെ ഇത് ഒന്നുമില്ല. ഇന്ന് വരെ ഈ അനറ്റിക്കായിട്ട് ഒരു 4 പൈസ ഉണ്ടാക്കിയിട്ടില്ല, ഇനി ഉണ്ടാക്കത്തുമില്ല. സാധാരണ പറയുക എത്തിക്കലായി ചെയ്യുന്നവർക്ക് ബിസിനസ്സിൽ വിജയിക്കാൻ പറ്റില്ല എന്നാണ് പൊതുവെ നാട്ടിൽ പറയുക എല്ലാവരും. അതൊക്കെ ഒന്നുമില്ല. ഇപ്പം ടാറ്റ എത്തിക്സായിട്ട് ബിസിനസ്സാണ് ഇന്ത്യയിൽ. ടാറ്റ മാത്രം പറയാം, വേറെ ഒന്നുമില്ല. അതിന് കുഴപ്പമുണ്ടോ? പിന്നെ വിദേശത്ത് പല കമ്പനികളും അത് ഇപ്പം നമ്മൾ ഗൾഫിൽ ജോലിപ്പം നമ്മൾ ഒപ്പിടണം എത്തിക്സ് പാടില്ലെന്നുള്ളത്. അത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യും. എല്ലാ പ്രോജക്റ്റും നമ്മുടെ എംപ്ലോയീസിന് വരെ എത്തിക്സ് ബ്രൈവ് വാങ്ങാൻ പാടില്ല, ഒപ്പിട്ടിട്ടേ നമ്മൾ ജോലി എംപ്ലോയ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് പൊതു നിയമമാണ്. പക്ഷേ 100% ലീഗലായിട്ട് ഒരു ബിസിനസ്സും ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഏത് ബിസിനസ് ആണെങ്കിലും പൊളിറ്റീഷ്യൻസിന് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ പാർട്ടീസിന് കാശ് കൊടുക്കാണ്ട് ഇവിടെ ബിസിനസ് നടത്താൻ പറ്റില്ല. അതൊരു ബ്രൈബ് എന്ന് പറയാൻ പറ്റില്ല, ഒരു ഡൊണേഷൻ എന്നാണ് നമ്മളതിന് പറയുന്നത്. പക്ഷെ അതും ഒരു രണ്ടുമൂന്നാണ്. അത് അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടല്ലോ. ഇപ്പം കുറച്ചിട്ടുണ്ട്, പഴയ പോലെ പണ്ടുണ്ട്. ഇപ്പം അത്ര ഒന്നും പറ്റില്ല. ഇപ്പം പുതിയ ഈ TVയും ഈ ചാനലൊക്കെ വന്നപ്പോൾ ചെയ്യാൻ പറ്റില്ല. പണ്ടൊക്കെ ഇപ്പം ചെയ്യണമെന്ന് വെച്ചാൽ നടക്കില്ല, വളരെ അപൂർവം. ഇപ്പോൾ എനിക്ക് ചെയ്യണമെന്ന് വെച്ചാൽ ചെയ്യാൻ വലിയ പ്രയാസമാണ്.